ആ വീട്ടിലെ നക്ഷത്രം എന്തിനാ ഇത്ര ഉയരത്തിലിട്ടിരിക്കുന്നത്? അതിലെ ലൈറ്റ് എന്താ മിന്നിക്കൊണ്ടിരിക്കുന്നത്? നല്ല ചോദ്യം. അതൊരു നക്ഷത്രമാണ്. പണ്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്ത ചിലർക്ക് വഴി കാണിക്കാൻ വേണ്ടി ഒരു നക്ഷത്രം ആകാശത്ത് മിന്നി എന്നാണ് കഥ. പൂക്കൾ വെച്ച മതിയായിരുന്നില്ലേ? പൂക്കൾക്കും വെളിച്ചമുണ്ട്, പക്ഷേ നക്ഷത്രം വളരെ ദൂരെ നിന്ന് കാണാം, അതുകൊണ്ടാണ്. അമ്മേ, ഈ ക്രിസ്തുമസിന് എന്തിനാണ് സമ്മാനങ്ങൾ കൊടുക്കുന്നത്? ഞാൻ എന്റെ കളിപ്പാട്ടം ആർക്കും കൊടുക്കില്ല. സമ്മാനങ്ങൾ കൊടുക്കുന്നത് ആർഭാടങ്ങൾ കാണിക്കാനല്ല. പണ്ട് ആ കുഞ്ഞിനെ കാണാൻ പോയവർ സ്നേഹത്തോടെ സമ്മാനങ്ങൾ കൊടുത്തത് കൊണ്ടാണ്. മറ്റൊരാളോട് സ്നേഹം കാണിക്കുന്നതാണ് ക്രിസ്തുമസ് സമ്മാനം. അപ്പൊ എന്തിനാ അമ്മ കരോൾ പാട്ട് പാടാനത്? ജിംഗിൾ ബെൽസ് പാടിയ സമ്മാനം കിട്ടും അമ്മേ? അത് കരോളാണ്. സ്നേഹം പങ്കുവെക്കുന്നതിനെ കുറിച്ചുള്ള പാട്ടുകളാണ്. സന്തോഷ വാർത്ത എല്ലാരെയും അറിയിക്കാൻ വേണ്ടിയാണ് പാട്ടുകൾ പാടുന്നത്. സമ്മാനങ്ങൾ കിട്ടാനല്ല, സമ്മാനങ്ങൾ കൊടുക്കാനാണ്. അപ്പോൾ ക്രിസ്മസ് എന്നാൽ വെറും ലൈറ്റുകളോ സമ്മാനങ്ങളോ പാട്ടുകളോ അല്ല അല്ലേ? അതേ മക്കളെ, ക്രിസ്തുമസ് എന്നാൽ സ്നേഹവും പങ്കുവെക്കലുമാണ്. നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ഓരോ ക്രിസ്തുമസ് മനോഹരമാകും. നമ്മൾ ഒരുപാട് സ്നേഹം കൊടുത്താലോ ലോകം ഇത്ര വലിയ നക്ഷത്രം പോലെ തിളങ്ങോ അമ്മേ? തീർച്ചയായും, അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്തുമസ് നക്ഷത്രം. നിങ്ങളുടെ കുട്ടികൾ ക്രിസ്തുമസ് ആഘോഷങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരങ്ങൾ നൽകുക. കാരണം ആചാരങ്ങൾക്കപ്പുറം ഓരോ ക്രിസ്തുമസ് ആഘോഷത്തിനും പറയാൻ ഒരു നല്ല കഥയുണ്ട്. ആ കഥയാണ് സ്നേഹം.